അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതായത് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ ടോപ്പിക്കിനകത്തൂടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോളാം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അത്ര പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഒരൊറ്റ ചോദ്യമാണ് എൻട്രൻസുകൾക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചോദിക്കുന്നത് ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കാവും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സ് ഐഡിയ വേണം. അപ്പോൾ അതെങ്ങനെയാണോ ഞാനിതിന് പറഞ്ഞു പോകുന്നത് ആ തരത്തിൽ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നിങ്ങളെ ഞാൻ ആ സ്റ്റെപ്പുകളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് സ്റ്റെപ്സ്. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് മനസ്സിലാവില്ല. നിങ്ങൾ ആ പേരുകൾ ഓർത്ത് വെക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള അടുത്തായിട്ട് ഞങ്ങൾക്ക് ഒരു ജനറൽ എക്സാമ്പിളിനകത്തൂടെ കാണിച്ചു തരും. ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 5 സ്റ്റെപ്പുകളാണുള്ളത്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 5 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്കൊരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ റിയാക്ഷൻ, അതായത് ആ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ N2 + 3H2 gives to NH3 എന്ന് എഴുതണം. ഡികമ്പോസിഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2NH3 gives N2 + 3H2 എന്ന് എഴുതണം. ഇനി ഫോർമേഷൻ ഓഫ് HI എന്ന് പറഞ്ഞാൽ H2 + I2 gives 2HI എന്ന് എഴുതണം. ഡികമ്പോസിഷൻ ഓഫ് HI എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2HI gives H2 + I2 എന്ന് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണം. നിർബന്ധമായിട്ടും ഇക്വേഷൻ ഏത് സ്റ്റേറ്റിലാകണം? ബാലൻസ്ഡ് ആകണം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പ്രത്യേകമായിട്ട് വരട്ടത്. ഇക്വേഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അതിൽ ഓരോ റിയാക്ടൻറ്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും നമ്പർ ഓഫ് മോൾസുകൾ എഴുതണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. റൈറ്റ് നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. ഇത് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ആൾ ഇത്ര നമ്പർ ഓഫ് മോൾ റിയാക്റ്റ് ആയി, അല്ലെങ്കിൽ ഇന്ന ആൾ ഇത്ര നമ്പർ ഓഫ് മോൾസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഇവിടെ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടാവും. അതായത് ഇന്ന ആൾ 5 മോൾ റിയാക്ട് ചെയ്തു, ഇന്ന ആൾ 10 മോൾ റിയാക്ട് ചെയ്തു, ഇന്ന ആളുടെ 50% റിയാക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു, ഇന്ന ആളുകൾക്ക് ഇന്നത്ര ശതമാനം ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇന്ന എത്ര ആൾ ഉണ്ടായി എന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഇവിടെ തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത്. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. ഇനി അഥവാ റിയാക്ഷനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് നോക്കുക, നമ്പർ ഓഫ് മോൾസ് റിയാക്ടറിനെ കുറിച്ച് ഒരു ക്ലൂവും തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് നിങ്ങൾ ആദ്യത്തെ റിയാക്റ്റൻ്റ് ആണ് ആരാണോ അയാളെ എക്സ് റിയാക്ട് ചെയ്തു എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തേണ്ടത്. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ ആദ്യത്തെ ആളെ എക്സ് എടുത്ത് ചെയ്യുക. ഞാൻ 2 തരത്തിലുള്ള പ്രോബ്ലവും നിങ്ങൾക്ക് കാണിച്ചു തരും. മൂന്നാമത്തെ, ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതി. എഴുതിരിക്കലോ? നമ്മൾ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു മക്കളെ? ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എന്താണ്? റൈറ്റ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. റൈറ്റ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഒന്നാമത്തേതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. രണ്ടാമത്തേതായിട്ട് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ എത്ര ഉണ്ട്, ഇന്ന ആൾ ഇത്ര നമ്പർ ഓഫ് മോൾ ഉണ്ട് എന്നുള്ളതൊക്കെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്, അതായത് ആദ്യത്തെ ആൾ 5 മോൾ ഉണ്ട്, രണ്ടാമത്തെ ആൾ 10 മോൾ ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ. എത്ര സ്റ്റെപ്പ് പഠിച്ചു മക്കളെ? 2 സ്റ്റെപ്പ്. ഒന്ന് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, 2 റൈറ്റ് ദ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക, രണ്ടാമത്തെ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക, മൂന്നാമത്തെ റൈറ്റ് ദ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. മക്കളെ ഇതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനോട് പറയും ഇന്ന ആൾ ഇത്ര ശതമാനം റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ആൾ ഇത്ര ഡിസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ഇത്ര ഫോം ചെയ്തു എന്നുള്ള ക്ലൂ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബാലൻസ്ഡ് ഇക്വേഷൻ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും.
ഇനി അഥവാ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ റിയാക്റ്റൻ്റ് എക്സ് റിയാക്ട് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യണം. ആദ്യത്തെ റിയാക്റ്റൻ്റ് എക്സ് റിയാക്ട് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യണം. മനസ്സിലാക്കില്ല? അതിൻ്റെ 2 തരത്തിലുള്ള പ്രോബ്ലവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതി, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതി. ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ 10 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് 5 റിയാക്ട് ചെയ്തു നോക്കുക. 10ൽ നിന്ന് 5 പോയാൽ ബാക്കി 5 ഉണ്ടാവും. അവിടെയാണ് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് പറയാം. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഡിറ്റർമിൻ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഈ റിയാക്ഷൻ നടത്തുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ കിട്ടും. ഇങ്ങനെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതുക, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എഴുതുക, കോൺസെൻട്രേഷൻ എഴുതുക. സ്റ്റെപ്പുകൾ മറക്കൂ. എത്ര സ്റ്റെപ്പുകളുണ്ട്? 5 സ്റ്റെപ്പ്. 1 റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്, ദെൻ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിക്കും, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സ്റ്റെപ്പുകളാണുള്ളത്. 1 ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക, 2 ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതുക, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എഴുതുക. മക്കളിതൊരു ജനറൽ എക്സാമ്പിളാണ്. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്ത് നോക്കാം. ഞാനൊരു ഇക്വേഷൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ റിയാക്ഷൻ എഴുതി. 2a + b gives c + 2d. 2a + b gives c + 2d ആണല്ലോ? ആണ്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യകത. ആണല്ലോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഇക്വേഷൻ. അതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, ബാലൻസ്ഡ് ഇക്വേഷൻ. ഞാനിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കുറേ സ്റ്റെപ്പുകൾ എഴുതുക, ഇപ്പുറത്ത് അതിൻ്റെ വാല്യൂസുകൾ എഴുതുക. ഓക്കെ ആണല്ലോ? നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിറയെ വാല്യൂകൾ മാത്രമേ ഉണ്ടാവുക. ആ ലോജിക്ക് കൂടിയിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് വെറുതെ കുറേ വാല്യൂസുകൾ എഴുതി വെക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി. രണ്ടാമത്തത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഞാൻ പറഞ്ഞു ഇത് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ആൾ പി നമ്പർ ഓഫ് മോൾ ഉണ്ടെന്ന് വിചാരിക്കുക, ബി ആൾ ക്യൂ നമ്പർ ഓഫ് മോൾ ഉണ്ടെന്ന് നോക്കുക. ഇത് ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ തന്നു. എ പി മോളും ബി ക്യൂ മോളും ഉണ്ട്. ആ സമയത്ത് സിയും ഡിയും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ 2 0 കൊടുത്തു, 0. എ പി നമ്പർ ഓഫ് മോളും ബി ക്യൂ നമ്പർ ഓഫ് മോൾസും ആണെങ്കിൽ സിയും ഡിയും അപ്പോൾ ഇല്ല, അപ്പോൾ 0 കൊടുത്തു. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അടുത്ത നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ആണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ശരിക്കും എവിടെ തരണം? ക്വസ്റ്റ്യനിൽ തരണം. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണം. ആദ്യത്തെ ആളെ എക്സ് ആയിട്ട് എടുത്തു. ഇനിയാണ് ബാലൻസ് ഇക്വേഷൻ്റെ പ്രത്യേകത. അതായത് 2 മോൾ എക്ക് 2 മോൾ ഇവിടെ നോക്കുക, ബാലൻസ്ഡ് 2 മോൾ എക്ക് എക്സ് റിയാക്ട് ആയെങ്കിൽ 1 മോൾ ബിക്ക് എത്ര റിയാക്ട് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ പകുതിയില്ലേ? ദാറ്റ് ഈസ് x/2. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ബാലൻസ്ഡ് ഇക്വേഷനാണ്. 2 മോളിന് എക്സ് ആണെങ്കിൽ 1 മോളിന് x/2. ഇവിടെയും 1 മോളല്ലേ, അപ്പോൾ വീണ്ടും x/2. ഇവിടെ 2 മോളല്ലേ, ദാറ്റ് ഈസ് എക്സ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 മോളിന് എക്സ് ആണെങ്കിൽ 1 മോളിന് x/2, 1 മോളിന് x/2, 2 മോളിന് വീണ്ടും എക്സ്. അപ്പം ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടി, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ആദ്യം പി ഉണ്ട്, അതിൽ നിന്ന് എക്സ് പോയാൽ ബാക്കി പി മൈനസ് എക്സ്. ആദ്യം പി ഉണ്ട്, അതിൽ നിന്ന് എക്സ് പോയാൽ അതിൽ നിന്ന് പി മൈനസ് എക്സ്. പിയിൽ നിന്ന് എക്സ് പോയാൽ പി മൈനസ് എക്സ്. ക്യൂ ഉണ്ട്, അതിൽ നിന്ന് x/2 പോയാൽ ദാറ്റ് ഈസ് ക്യൂ മൈനസ് x/2. പിയിൽ നിന്ന് എക്സ് പോയാൽ പി മൈനസ് എക്സ്, ക്യൂവിൽ നിന്ന് x/2 പോയാൽ ക്യൂ മൈനസ് x/2. ഇനി പ്രൊഡക്റ്റ് നോക്കുക. പ്രൊഡക്റ്റിൽ ആദ്യം 0 ഉണ്ട്, അതിലേക്ക് x/2 കൂടി വന്നാൽ 0 + x/2 ദാറ്റ് ഈസ് x/2. 0 + x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്. സംശയമുണ്ടോ? പിയിൽ നിന്ന് എക്സ് റിയാക്ട് ചെയ്യുക പി മൈനസ് എക്സ്, ക്യൂവിൽ നിന്ന് x/2 പോയാൽ ക്യൂ മൈനസ് x/2. റിയാക്ടൻറ്റിൽ കുറയുകയാണ് ചെയ്യുക, പ്രൊഡക്റ്റിൽ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഇതിന് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വോളിയം ഞാൻ V ലിറ്റർ ആയിട്ട് എടുത്താൽ P - x/V
ഇവിടെയാണെങ്കിൽ Q-(x/2/v), ഇവിടെയാണെങ്കിൽ x/2/v, ഇവിടെയാണെങ്കിൽ x/v. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻറ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. റെഡി? വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സി? കോൺസെൻട്രേഷൻ ഓഫ് സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് x/2/v ഇൻറ്റു ഡിയുടെ വാല്യൂ ദാറ്റ് ഈസ് x/v ദ ഹോൾ സ്ക്വയർ ബൈ എയുടെ വാല്യൂ p-x/v ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് Q-x/2/v. റെഡിയാണോ? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊരു പ്യുവർലി പ്രോബ്ലമായിട്ട് മാറുന്ന സമയത്ത് ഇതെല്ലാം പ്രോപ്പർ വാല്യൂ 2, 3 അങ്ങനെ വാല്യൂസുകളാകുമ്പോൾ കിട്ടുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. സംശയമുണ്ടോ? ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്, ദെൻ കോൺസെൻട്രേഷൻ. റെഡിയാണോ? സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിളിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളാം. ഇത് ഒരു പ്രീവിയസ് കേരള എൻട്രൻസ് എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ പ്രൊവൈഡഡ് വിത്ത് 10 moles of HI. You are provided with 10 moles of HI to prepare H2 and I2. You are provided with 10 moles of HI to prepare H2 and I2 in a 2-liter flask. You are provided with 10 moles of HI to prepare H2 and I2 in a 2-liter flask. At equilibrium 50% of HI is disappeared. Calculate case. ഒരു പ്രീവിയസ് കേരള എൻട്രൻസ് എക്സാമിന് ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഇങ്ങനെയാണ് കെ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയും. ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് 5 സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു. ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും കൂടി വായിക്കുക. യു ആർ പ്രൊവൈഡഡ് വിത്ത് 10 moles of HI to prepare H2 and I2 in a 2-liter flask. At equilibrium 50% of HI is disappeared. Calculate KC. സംശയമുണ്ടോ? പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. യു ആർ പ്രൊവൈഡഡ് വിത്ത് 10 moles of HI. അപ്പോൾ HIയുടെ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ കിട്ടി 10. പ്രിപ്പയർ H2 and I2. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേ? HIയിൽ നിന്ന് H2 I2 ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? 2HI gives H2 plus I2. 2HI gives H2 plus I2. അതായത് ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? അതായത് ഇവിടെ HI ആണുള്ളത്, അതിൽ നിന്ന് H2 I2 ഉണ്ടാക്കുകയാണ്. റെഡി? യു ആർ പ്രൊവൈഡ് വിത്ത് 10 moles of HI to prepare H2 and I2 in a 2-liter flask. വോളിയം 2 ലിറ്റർ ആണ്. ഇനി 50% ഡിസപ്പിയർ ആണെന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് കെ സി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് 10 moles of HI. 10 moles of HI എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ഓഫ് HI പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 10. ആ സമയത്ത് H2 I2 ഉണ്ടാവുമോ? അപ്പോൾ അത് രണ്ടും 0. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് യു ആർ പ്രൊവൈഡ് വിത്ത് 10 moles of HI. അപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ 10 ആണെന്ന് കിട്ടി. ആ സമയത്ത് H2 I2 ഇല്ല, 0. അടുത്ത നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ എക്സ് ആയിട്ട് എടുക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് റിയാക്റ്ററിന് കൂടി. അറ്റ് ഇക്വിലിബ്രിയം 50% HI ഡിസപ്പിയർ ആയി എന്ന് പറഞ്ഞു അല്ലേ? 50% HI ഡിസപ്പിയർ ആയി എന്ന് പറഞ്ഞാൽ 10ന്റെ 50% റിയാക്ട് ചെയ്തു എന്നല്ലേ? 10ന്റെ 50% എത്ര? 5 ആണ്. 5 റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? നേരത്തെ നമ്മൾ എക്സിന് 2 മോളിന് എക്സ് ആയപ്പോൾ 1 മോളിന് x/2 ആയതുപോലെ ഇവിടെ 2 മോളിന് 5 ആണെങ്കിൽ ഇവിടെ 1 മോളിന് എത്ര ഉണ്ടാവും? 2.5 ഉണ്ടാവും. ഇവിടെ 1 മോളാണ്. സോ 2.5. റെഡി?
ഇനി അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എന്നാൽ 10ൽ നിന്ന് 5 പോയാൽ 5. ഈ 10 - 5 ആണ് കേട്ടോ ഈ 5. ഇവിടെ 0 + 2.5 2.5, 0 + 2.5 2.5. റെഡി. അടുത്തത് കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ 2 ലിറ്റർ ഫ്ലാസ്ക്. അപ്പോൾ 5/2 ദാറ്റ് ഈസ് 2.5. ഇവിടെ ആണെങ്കിലോ 2.5/2 ദാറ്റ് ഈസ് 1.25. ഇവിടെ ആണെങ്കിലും 2.5/2 ദാറ്റ് ഈസ് 1.25. എല്ലാ ആൾക്കാരും കോൺസെൻട്രേഷൻ കിട്ടിയില്ലേ? ഈ KCയുടെ ഇക്വേഷൻ ഏതാ? KC = കോൺസെൻട്രേഷൻ ഓഫ് H2 × I2 / concentration of HI square. What is the value of H2? That is 1.25. What is I2? 1.25. What is HI? That is 2.5 square. 2.5 into 2.5. This 2.5 and 1.5 വെട്ടിക്കഴിഞ്ഞാൽ 2, ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 1/4 that is equal to 0.25. Are you okay? Is it clear? Yes, that's the ആൻസർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതുക, ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എഴുതുക, ദെൻ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇതൊരു പ്രീവിയസ് കേരള എൻട്രൻസ് എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടി ചെയ്യാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻ ഇരിക്കുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ഈസ് 5 moles ഓഫ് SO3 ഈസ് ഹീറ്റഡ്. 5 moles ഓഫ് SO3 ഈസ് ഹീറ്റഡ് ഇൻ 1 liter vessel. 5 moles of SO3 is heated in a 1 liter vessel. At equilibrium, 0.75 moles of O2 is formed. 5 moles of SO3 is heated in a 1 liter vessel at equilibrium point. 0.75 moles of O2 is formed. Calculate case. This is the question. എല്ലാവരും വായിച്ചോട്ടെ. 5 moles of SO3. അപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO3 ഒന്നും 5 ആണെന്ന് പറഞ്ഞു അല്ലേ. ഹീറ്റഡ് ഇൻ എ 1 liter വെസൽ. അപ്പോൾ വോളിയൂം മനസ്സിലായി 1 liter. ഇക്വിലിബ്രിയത്തിൽ O2 ഫോം ചെയ്തത് 0.75 ആണോ എന്നും പറഞ്ഞു. KC ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. ആരുടെ? SO3 ആണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മക്കളെ? ദാറ്റ് ഈസ് SO3യുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ബാലൻസ്ഡ് ആയിരിക്കണം. 2SO3 gives 2SO2 plus O2. 2SO3 gives 2SO2 plus O2. ആദ്യത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് SO3 ദാറ്റ് ഈസ് 5. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് 5. ആ സമയത്ത് ഇവർ രണ്ടുപേരും 0 ആണ്. ക്വസ്റ്റിലൊന്നും തന്നിട്ടില്ല. ഇനി അഥവാ അവരവരുടെയൊക്കെ വാല്യൂ ക്വസ്റ്റിൽ തന്നാൽ അത് എടുത്ത് നോക്കട്ടെ. അതേപോലെ ഈ നമ്പർ ഓഫ് മോൾസ് റിയാക്ടറിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? 5 moles of SO3 is heated in a 1 liter vessel. At equilibrium 0.75 moles of O2 is formed. ഇക്വിലിബ്രിയത്തിൽ O2 0.75. ഇതാണ് ഇക്വിലിബ്രിയം അല്ലേ. ഇക്വിലിബ്രിയത്തിൽ O2 0.75 ഫോം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ ആണ് 0.75. ഇതാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇത്രയും കാര്യമാണ് തന്നത്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO3 എന്നും ഇക്വിലിബ്രിയത്തിൽ O2ൻ്റെ വാല്യൂ 0.75 എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ വാല്യൂം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക അല്ലേ. ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. ഇയാൾ 0 ആണെങ്കിൽ 0ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 0.75 കിട്ടുക? ദാറ്റ് ഈസ് 0.75. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡിൽ O2 കിട്ടിയില്ലേ. അപ്പോൾ ഒരു മോളിന് O2 ആണെങ്കിൽ, ഒരു മോളിന് 0.75 ആണെങ്കിൽ 2 മോളിന് അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ദാറ്റ് ഈസ് 1.5. ഇവിടെ 2 മോളുണ്ട് 1.5. നേരത്തെ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയിക്കാൻ ആദ്യത്തെ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അത് എങ്ങനെ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ മനസ്സിലായി. അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ആദ്യം 5, അതിൽ നിന്ന് 1.5 പോയാൽ 3.5. ആദ്യം 0, പിന്നെ 1.5 കൂടി കിട്ടിയാൽ 1.5. വോളിയം 1 liter ആണെന്ന് മനസ്സിലായി. അപ്പോൾ 3.5/1 3.5, 1.5/1 1.5, 0.75/1 ദാറ്റ് ഈസ് 0.75. റെഡി? അങ്ങനെയാണെങ്കിൽ KCയുടെ ഇക്വേഷൻ ഏതാണ്? KC is equal to concentration of SO2 square into concentration of O2 divided by concentration of SO3 square. Concentration of SO2 value that is 1.5 square into O2 value that is 0.75
ഡിവൈഡഡ് ബൈ 3.5 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 0.137 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. സംശയമുണ്ടോ? യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ എന്നാണ് യൂണിറ്റ്. ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 2 + 1 3, 3 - 2 1 ആണ്. അപ്പോൾ മോൾ പെർ ലിറ്റർ റേസ് ടു 1 ഉണ്ടാവും. അതുകൊണ്ടാണ് മോൾ പെർ ലിറ്റർ. നേരത്തെ ഞാൻ യൂണിറ്റ് ചെയ്താതിരുന്നത് 2HI = H2 + I2 പറയുമ്പോൾ 2 - 2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 0 ആണ്. മോൾ പെർ ലിറ്റർ റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1 ആയതുകൊണ്ടാണ് അവിടെ യൂണിറ്റ് ഇല്ലായിരുന്നു. നമ്മളിവിടെ യൂണിറ്റ് കാണിച്ചു. 2 പ്രോബ്ലങ്ങൾ കാണിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ റിയാക്ഷൻ എന്തുണ്ട്? ദാറ്റ് ഈസ് SO2 ഗ്യാസ് പ്ലസ് NO2 ഗ്യാസ് gives SO3 ഗ്യാസ് പ്ലസ് NO ഗ്യാസ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. SO2 ഗ്യാസ് പ്ലസ് NO2 ഗ്യാസ് gives SO3 ഗ്യാസ് പ്ലസ് NO ഗ്യാസ്. പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ KC തന്നിട്ടുണ്ട്. KC is 16. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് if we take 1 mole of all the four gases in 1 liter vessel, we take 1 mole of all the 4 gases in a 1 liter vessel, calculate equilibrium number of moles of like equilibrium concentration ഇങ്ങനെ പറയാം. equilibrium concentration of NO and NO2 and this is the question. ക്വസ്റ്റ്യൻ ഇതാണ്. SO2 + NO2 gives SO3 + NO എന്ന് പറഞ്ഞ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂസ് ഉണ്ട്. സാധാരണ ഈ KC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. ഇവിടെ KC തന്നിട്ടുണ്ട്. ഇഫ് യു ടേക്ക് 1 mole of all the 4 gas in a 1 liter vessel, calculate the equilibrium concentration of NO and NO2. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? എങ്ങനെയായിരിക്കും ചെയ്യുക? നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ആ റിയാക്ഷൻ ഇതാണ്. ദാറ്റ് ഈസ് SO2 ഗ്യാസ് പ്ലസ് NO2 ഗ്യാസ് gives SO3 ഗ്യാസ് പ്ലസ് NO ഗ്യാസ് ആണല്ലോ. ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് വി ടേക്ക് 1 mole ഓഫ് ഓൾ ദ 4 ഗ്യാസസ്, എല്ലാ ഗ്യാസുകളുടെയും ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ 1 ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ SO2 1, NO2 1, SO3 1, NO1. റെഡിയാണോ? ഇഫ് വി ടേക്ക് 1 mole ഓഫ് ഓൾ ദ 4 ഗ്യാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എടുത്തു. ഇനി അടുത്ത നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ആണ്. എന്ത് ചെയ്യും മക്കളെ? നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ക്ലൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇഫ് വി ടേക്ക് 1 mole ഓഫ് ഓൾ ദ 4 ഗ്യാസിനെ 1 liter വെസൽ എന്നല്ലാതെ റിയാക്റ്റഡുമായി ബന്ധപ്പെട്ട് ഒരു ലോജിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്? ആദ്യത്തെ ആൾ X മോൾ റിയാക്റ്റ് ആയി എന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ആൾ X റിയാക്റ്റ് ആയി എന്ന് വെച്ചു. ഇയാൾ 1 മോളാണുള്ളത്. 1 മോളിന് X റിയാക്റ്റ് ആയെങ്കിൽ 1 മോളിന് ഇവിടെ എത്ര റിയാക്റ്റ് ആയിട്ടുണ്ടാവും? X റിയാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെയും 1 മോളാണ്, അപ്പോൾ ഇത് X. ഇവിടെയും 1 മോളാണ്, സോ ഇറ്റ് ഈസ് X. അപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്, ദെൻ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് ആണ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എന്നാൽ ആദ്യം 1 മോൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് X റിയാക്റ്റ് ആയാൽ ബാക്കി 1 - X. ശരിയല്ലേ? ഇവിടെയും 1 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് X പോയാൽ 1 - X. ഇവിടെ 1 ഉണ്ട്, അതിലേക്ക് X റിയാക്ട് ചെയ്യണം. റിയാക്ടൻസ് സൈഡിൽ കുറയാണ് ചെയ്യുക, പ്രൊഡക്റ്റ് സൈഡിൽ കൂടുകയാണ് ചെയ്യുക. അപ്പം ഇറ്റ് ബിക്കം 1 + X. ആദ്യം 1 ഉണ്ട്, അതിലേക്ക് X കൂടി കിട്ടിയാൽ ഇവിടെയും 1 + X. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. നെക്സ്റ്റ് ഈസ് കോൺസെൻട്രേഷൻ. നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ വോളിയം ക്വസ്റ്റിൽ പറഞ്ഞിട്ട് 1 liter വെസലാണ്. അപ്പോൾ 1 - X/1 ദാറ്റ് ഈസ് 1 - X. 1 - X/1 1 - X. 1 + X/1 1 + X. 1 + X/1 1 + X. ശരിയാണോ? പിടികിട്ടാതെ ആരെങ്കിലും ഉണ്ടോ? ഇനി എന്താ ചെയ്യാം മക്കളെ? പറ. അതായത് നിങ്ങൾക്ക് KC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KC എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റ് ആണ്.
concentration of SO3 into concentration of NO divided by concentration of SO2 into concentration of NO2. Is it clear? Concentration of SO3 into concentration of NO divided by concentration of SO2 into concentration of NO2. What is the value of concentration of SO3? SO3 value 1 plus X into NO value that also 1 plus X divided by SO2 value that is 1 minus X into NO2 value adum 1 minus X. What is the value of Kc that is given in the question? That is 16. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പുകളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO ആൻഡ് NO2 ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ് ഇതാണ് കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ആണ്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ 1 എന്ന് കുറച്ചാൽ ഇത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നികര 16 is equal to 1 plus x into 1 plus x എന്ന് പറഞ്ഞാൽ 1 plus x whole square, 1 minus x into 1 minus x എന്ന് പറഞ്ഞാൽ 1 minus x whole square. ശരിയല്ലേ? ആണ്. നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് സൈഡിലും റൂട്ട് എടുക്കാൻ വേണ്ടി പോകണം. 16ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4, 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് അല്ലേ? ഇവിടെ റൂട്ട് എടുത്തു, ഇവിടെ റൂട്ട് എടുത്തു. അപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 4 മൈനസ് 4x is equal to 1 പ്ലസ് എക്സ് അല്ലേ? ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് 5x ആവും. അപ്പോൾ 3 is equal to 5x ആവും. x is equal to 3 by 5 ആവും. ദാറ്റ് ഈസ് equal to 0.6 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0.6 ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ NO2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.6 ദാറ്റ് ഈസ് 0.4 ഈസ് ദ ആൻസർ. 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0.6 ദാറ്റ് ഈസ് 1.6 ഈസ് ദ ആൻസർ. അപ്പോൾ സോ വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO2? ദാറ്റ് ഈസ് 0.4. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO? ദാറ്റ് ഈസ് 1.6. സർ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണിത്. സർ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കും. ഞാൻ ആദ്യം ചെയ്ത രണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ക്വസ്റ്റ്യൻ അത് തന്നിരുന്നു. അപ്പോൾ തന്നിരുന്നു എങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്ത് ചെയ്യുക. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്തിട്ട് ചെയ്യണം? നിങ്ങൾ എക്സ് ആക്കി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചോദ്യം ചെയ്യാൻ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. SO2 പ്ലസ് NO2 ഗിവ്സ് SO3 പ്ലസ് NO ആണ്. KCയുടെ വാല്യൂ അതുണ്ട്. എല്ലാ ആൾക്കാരും 1 മോൾ. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാ ആൾക്കാരും 1 മോൾ എടുത്ത്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ റിയാക്റ്റിന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള കുറേ ലോജിക്കുകളാണ് നിങ്ങളൊരു പ്രോബ്ലത്തിനാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO2 NO കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതി 1 1 1 1. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ഒന്നും തരാത്തതുകൊണ്ട് എക്സ് എടുത്തു. ഇക്വിലിബ്രിയം 1 മൈനസ് എക്സ് 1 മൈനസ് എക്സ് 1 പ്ലസ് എക്സ് 1 പ്ലസ് എക്സ് കോൺസെൻട്രേഷൻ അതിന് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. KCയിൽ ഇട്ട് കൊടുത്തു. അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. നേരെ ഇവിടെ പുട്ട് ചെയ്ത് കൊടുത്തു. റെഡി അല്ലേ? ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 4 എഴുതിക്കോളൂ. That is 1 mole of H2, 1 mole of H2. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ക്വസ്റ്റ്യൻ നമ്പർ 4. That is 1 mole of H2, 2 mole of I2 and 3 mole of HI are injected in a 1 liter vessel. 1 mole of H2, 2 mole of I2 and 3 mole of HI are injected in a 1 liter vessel. Ready? The Kc is 4. Calculate the equilibrium concentration of H2, I2 and HI. This is the question. 1 mole of H2, 2 mole of I2 and 3 mole of HI are injected into a 1 liter vessel. Kc is 4. Calculate the equilibrium concentration of H2, I2 and HI. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ റിയാക്ഷൻ ഇതാ, ദാറ്റ് ഈസ് H2 പ്ലസ് I2 gives 2 HI. സംശയമുണ്ടോ? ഇല്ല. അടുത്ത ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1 mole H2, 2 mole I2, 3 mole HI. റെഡി അല്ലേ? ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ആണ്.
നമ്പർ ഓഫ് മോൾസ് റിയാക്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ആളെ ഞാൻ എക്സ് എന്ന് എടുത്തു. 1 മോളിന് എക്സ് ആണെങ്കിൽ 1 മോൾ എക്സ്, 2 മോളിന് 2x. 1 മോളിന് എക്സ് ആണെങ്കിൽ 2 മോളിന് 2x. അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് തന്നെ ആദ്യം 1 ഉണ്ടായിരുന്നു. ഇന്ന് എക്സ് പോയാൽ 1 - x. 2ൽ നിന്ന് എക്സ് പോയാൽ ദാറ്റ് ഈസ് 2 - x. 3ലേക്ക് 2x കൂടി വന്നാൽ ദാറ്റ് ഈസ് 3 + 2x. ശരിയല്ലേ? അടുത്തത് കോൺസെൻട്രേഷൻ ആണ്. അതിന് നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 - x/1 ദാറ്റ് ഈസ് 1 - x. 2 - x/1 ദാറ്റ് ഈസ് 2 - x. 3 + 2x/1 ദാറ്റ് ഈസ് 3 + 2x. ഓക്കെ. അടുത്ത കെ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HI² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. കോൺസെൻട്രേഷൻ ഓഫ് HI² ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. കോൺസെൻട്രേഷൻ ഓഫ് HIൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 + 2x ദ ഹോൾ സ്ക്വയർ ബൈ H2ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 1 - x ഇൻറ്റു 2 - x ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ശരിയാണല്ലോ? അപ്പം നിങ്ങൾക്ക് 3 + 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ A + B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് A² + 2AB + B² വെച്ച് ഇതിനെ സോൾവ് ചെയ്യുക. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താക്കുക. ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് കിട്ടും, ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് കിട്ടും. ഇത് ഒന്നായിട്ട് AX² + BX + C എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഇതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഞാനത് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് കേസ്. നിങ്ങൾക്കറിയാം സോൾവ് ചെയ്യാൻ -b + o - √b² - 4ac/2a വെച്ച് നിങ്ങൾക്ക് അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് H2, I2 ആൻഡ് HI ആണ്. H2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 - x ആണ്. എക്സിൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. ഇവിടെ 2 കൊടുക്കുക, 1 - x. ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ 2 - x. ഇവിടെയാണെങ്കിൽ 3 + 2x. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എൻട്രൻസുകളൊക്കെ വരുന്ന സമയത്ത്, ചെറിയ IIT ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്ന ക്വാഡ്രാറ്റിക് വളരെ വലിയ ക്വാഡ്രാറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കൽ വളരെ ബുദ്ധിമുട്ടാകുമ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ട് ക്വാഡ്രാറ്റിക് ആക്കി വെക്കാൻ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നിടത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഓപ്ഷനുകൾ തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഓരോന്നെടുത്ത് നിങ്ങളുടെ ക്വാഡ്രാറ്റിക്കിനകത്ത് പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ എന്ന് വെച്ചാൽ മതി. യു ഗെറ്റ് ദ പോയിന്റ്. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഞാൻ ക്വാഡ്രാറ്റിക് ഞാനോട് സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ മാത്തമാറ്റിക്സിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾ ഇതിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. Is it clear? Are you ready? Yes. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം NCERT. NCERTയിലുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡി? NCERT പേജ് നമ്പർ 203ലുള്ളൊരു ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 203, എക്സാമ്പിൾ 7.4 ആണ്. 7.4 ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ വാല്യൂ ഓഫ് KC ഇവിടെ കൊടുത്തിരിക്കുന്ന അവർ 4.24 ആണ്. ഞാൻ കാൽക്കുലേഷൻ കുറച്ച് കൂടി ഈസി ആക്കാൻ വേണ്ടി അതിനെ 4 ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, NCERTയിലുള്ള 4.24 ആണ്. ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് സ്ക്വയർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഈസി ആക്കിയിട്ട് ചില 4 എടുക്കുന്നുണ്ട്. ഓക്കെ, KC = 4 at 800 Kelvin for the reaction ഇവിടെ കൊച്ചിലുന്നുണ്ട്. CO plus H2O gives CO2 plus H2. The value of KC is 4 at 800 Kelvin for the reaction CO plus H2O gives CO2 plus H2. Calculate the equilibrium concentrations. Calculate the equilibrium concentration of CO2, H2, CO and H2O at 800 Kelvin if only CO and H2O present initially at concentration of 0.1 mole each. ഇതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ആൻ NCERT ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ വാല്യൂ ഓഫ് KC. KCയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് KC ഈസ് 4 at 800 Kelvin ഫോർ ദ റിയാക്ഷൻ CO plus H2O gives CO2 plus H2. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO2, H2, CO and H2O
at 800 Kelvin if only CO and H2O present initially at a concentration of 0.1 mole each. റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് കേസ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ ഇക്വേഷൻ എഴുതിയെടുക്കുക. CO plus H2O gives CO2 plus H2. CO plus H2O gives CO2 plus H2. ആദ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി. സെക്കൻഡ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് പറ. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എത്ര? ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ദ വാല്യൂ ഓഫ് Kc at 800 Kelvin for the reaction CO plus H2O CO2 plus H2. കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇഫ് ഓൺലി CO2 ആൻഡ് H2O പ്രസന്റ് ഇനീഷ്യലി അറ്റ് 0.1 എന്നാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്ര? COയും H2Oയും 0.1 ആണ്. അപ്പോൾ ഈ സമയത്ത് ഈ ആൾക്കാരുടെ വാല്യൂ എന്താവും? 0. ശരിയാണോ? ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അടുത്ത നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ആണ്. റിയാക്ടറിനെ കുറിച്ച് വല്ലതും പറഞ്ഞു നോക്കുക. വാല്യൂ ഓഫ് Kc എന്നിട്ടുണ്ട്, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാനിതിന് എക്സ് ആയിട്ട് എടുത്തു. ഒരു മോളിന് എക്സ് ആണെങ്കിൽ ഒരു മോളിന് എക്സ്, ഇവിടെ ഒരു മോളിന് എക്സ്, ഇവിടെ ഒരു മോളിന് എക്സ്. സിമ്പിൾ. അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. 0.1 എക്സ് പോയാൽ 0.1 മൈനസ് എക്സ്, ഇവിടെയും 0.1 മൈനസ് എക്സ്, ഇവിടെ എക്സ്, ഇവിടെയും എക്സ്. അടുത്തത് കോൺസെൻട്രേഷൻ ആണ്. ഇത് നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വോളിയം 1 ലിറ്റർ ആണ്. അപ്പോൾ 0.1 മൈനസ് എക്സ്, ഇവിടെയും 0.1 മൈനസ് എക്സ്, ഇവിടെയും എക്സ്, ഇവിടെയും എക്സ്. അടുത്ത KCD ഇക്വേഷൻ ഇതാ. KCD ഇക്വേഷൻ എന്താ? KC എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് CO2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. കോൺസെൻട്രേഷൻ ഓഫ് CO2ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് എക്സ്. കോൺസെൻട്രേഷൻ ഓഫ് H2ൻ്റെ വാല്യൂ എന്താ? എക്സ് ബൈ 0.1 മൈനസ് എക്സ് ഇൻറ്റു 0.1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ശരിയാണോ? ഞാൻ ഇതിൻ്റെ റൂട്ട് ഇത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഞാൻ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ്. ശരിയാണല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.2 മൈനസ് 2x ഈസ് ഈക്വൽ ടു എക്സ്. 2x ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3x ആവും. 0.2 ഈസ് ഈക്വൽ ടു 3x. എക്സ് ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 0.06. സിമ്പിൾ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് 0.06. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO? ദാറ്റ് ഈസ് 0.1 മൈനസ് 0.06. 0.1 മൈനസ് 0.06 ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വാല്യൂ ഇവിടെ കിട്ടും. അടുത്ത ഇവിടെയും 0.1 മൈനസ് 0.06 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ വാല്യൂ ആണെങ്കിൽ 0.06, ഇവിടെ ആണെങ്കിൽ 0.06. ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത്. NCERT-ക്കകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Kcയുടെ വാല്യൂ തന്നു, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എല്ലാ ആൾക്കാരും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് പുട്ട് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിലേതെങ്കിലും സ്റ്റെപ്പുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. CO plus H2O gives CO2 plus H2. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2 പേര് 0.1 ആണ്. ഇത് 2 0 എടുത്തു. റിയാക്ടറിനെ കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ എക്സ് എടുത്തു. അപ്പോൾ എല്ലാവരും ഒരു മോൾ അതിൻ്റെ എക്സ് ആയി. ഇത് 0.1 മൈനസ് എക്സ്, 0.1 മൈനസ് എക്സ്, എക്സ് എക്സ്. നേരെ വോളിയം 1 ലിറ്റർ ആക്കിയിട്ട് എടുത്തു. വോളിയം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ അത് 1 ലിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. KC ഇക്വേഷനിൽ കൊടുത്തു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, നേരെ ഇവിടെ ഡയറക്റ്റായിട്ട് പുട്ട് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു NCERT-യിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. NCERT പേജ് നമ്പർ 207-ലെ എക്സാമ്പിൾ 7.9-ലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതിക്കൊള്ളു എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 6 NCERT-യിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു മക്കളെ, എൻട്രൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ മുഴുവൻ ചെയ്തു നോക്കണം. എല്ലാ ചാപ്റ്ററിനകത്തെയും NCERT എക്സസൈസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇവിടെ ഓരോ ക്ലാസ്സുകൾ അതിൻ്റെ വീഡിയോസുകൾ കണ്ട് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചാപ്റ്റർ കഴിയുന്ന ആ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് എക്സസൈസ് ഒന്ന് കാണാൻ പറ്റും.
NCERTയുടെ ഉള്ളിൽ തന്നെ ഓരോ ടോപ്പിക് എടുത്ത് പോകുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസുകളായിട്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യൻസുകൾ മുഴുവൻ നിങ്ങൾ ചെയ്തു നോക്കണം. അതുപോലെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകുന്ന എക്സസൈസ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് ആയിക്കോട്ടെ, ബോർഡ് ആയിക്കോട്ടെ, ഏത് എക്സാമുകളായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ എളുപ്പകരമായിട്ട് മാറും. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ NCERTയിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യനും NCERTയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. NCERT ക്വസ്റ്റ്യൻ നമ്പർ 6. NCERT ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3 mol of PCl5 kept in 1 liter closed reaction vessel was allowed to attain equilibrium at 380 Kelvin. Calculate composition of the mixture at equilibrium, that is Kc is given, Kc is 1.80. Question മനസ്സിലുണ്ടാവും. 3 mol of PCl5 is kept in a 1 liter closed reaction vessel allowed to attain equilibrium at 380 Kelvin. Calculate the composition of the mixture എന്നാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എല്ലാ ആൾക്കാരും കണ്ടുപിടിക്കാം. സിമ്പിൾ. ആദ്യം റിയാക്ഷൻ ചെയ്താൽ നഗര PCl5 ഡിസോസിയേറ്റ് ചെയ്യുന്നതാ കിട്ടുക, PCl3 കിട്ടും പ്ലസ് Cl2 കിട്ടും. സിമ്പിൾ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? ഇക്വിലിബ്രിയം ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി. അടുത്ത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 3 mol ഓഫ് PCl5. ഞാനത് 3, അപ്പോൾ ഇത് 0. സംശയമുണ്ടോ? ദാറ്റ് ഈസ് 3 mol ഓഫ് PCl5 kept in 1 liter closed reaction vessel എന്ന് പറഞ്ഞാൽ വോളിയം 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് allowed to attain equilibrium at 380 Kelvin. Calculate composition of the mixture. അടുത്ത നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ്. നമ്പർ ഓഫ് മോൾസ് റിയാക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഇല്ല. അപ്പോൾ നമ്മളിത് എക്സ് ആയിട്ട് 1 മോളിന് എക്സ് ആണെങ്കിൽ 1 മോളിന് ഇവിടെ എക്സ്, 1 മോളിന് ഇവിടെ എക്സ്. ആദ്യം 3 മോൾ. അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോളിന് ആദ്യം 3 ഉണ്ടായിരുന്നു. ഇന്ന് എക്സ് പോയാൽ 3 മൈനസ് എക്സ്, 0യിലേക്ക് എക്സ് കൂടി കിട്ടിയ എക്സ്, 0 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് എക്സ്. അടുത്ത കോൺസെൻട്രേഷൻ ആണ്. നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് 3 മൈനസ് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്. റെഡി? അടുത്ത KC is equal to concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. What is the concentration of PCl3? That is x into what is concentration of Cl2? X divided by PCl5 എത്ര? That is 3 minus x. ഇതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1.80. That is 1.80 is equal to x square divided by 3 minus x. ആണല്ലോ. ഞങ്ങളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുകയെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 1.59 ആണ് കിട്ടുന്ന വാല്യൂ 1.59 ആണ് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ. ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും കാൽക്കുലേറ്റ് ചെയ്ത കോമ്പോസിഷൻ ഓഫ് മിക്സ്ചറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ ആൾക്കാരും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 3 മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂ എത്ര? 3 മൈനസ് 1.59. 3 മൈനസ് 1.59 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.41. ഇയാളത് ഇത് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇത് 1.59 തന്നെ. ഇതാണെങ്കിലോ 1.59. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദാറ്റ് ഈസ് 3 mol PCl5 kept in 1 liter closed reaction vessel was allowed to attain equilibrium at 380 Kelvin. Calculate the composition of the mixture at equilibrium with Kc is 1.80. നേരത്തെ അതേ സ്റ്റെപ്പ് ഇട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഡയറക്റ്റായിട്ട് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 6 പ്രോബ്ലങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ പ്രോബ്ലം കൂടി ചെയ്യാം. ഈ ഒരു പ്രോബ്ലം ഇതും ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചാണ്. ദ ലാസ്റ്റ് പ്രോബ്ലമാണ്. കൂടുതലായിട്ട് നിങ്ങളുടെ NCERTക്കകത്ത് ഒരുപാട് ക്വസ്റ്റ്യനുകളുണ്ട്. എല്ലാ ക്വസ്റ്റ്യനുകളും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സംശയങ്ങളുള്ളത് നിങ്ങളിവിടേക്ക് അറിയിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
ഇതൊരു പ്രീവിയസ് എൻട്രൻസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് അടുത്ത ചോദ്യം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് റിയാക്ഷൻ തന്നിട്ടുണ്ട് N2 + 3H2 gives 2NH3. ഓക്കെ ആണല്ലോ? യെസ്. 10 mole of N2 10 mole of N2 10 mole of N2 and 20 mole of H2 and 20 mole of H2 is taken initially in a container of volume 6 liter if 40% of dissociation of N2 takes place. Find Kc and Kp at 300 Kelvin. Are you okay? Ready? This is the question. What is the question? ഇവിടെ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് N2 + 3H2 gives 2NH3 എന്നാണ് റിയാക്ഷൻ തന്നു. അതിൽ N2ൻ്റെയും H2ൻ്റെയും ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. ഈസ് ടേക്കൺ ഇൻ ഇനീഷ്യൽ കണ്ടെയ്നർ ഓഫ് വോളിയം തന്നിട്ടുണ്ട്. ഇഫ് 40% ഡിസോസിയേഷൻ N2 ടേക്സ് പ്ലേസ് എന്നാൽ നമ്പർ ഓഫ് മോൾസ് റിയാക്ടറിനെ കുറിച്ചുള്ള ക്ലൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട Kc കണ്ടുപിടിക്കണം. നിങ്ങൾ അത് വെച്ചിട്ട് പിന്നെ Kpc Kc × RT⁻Δ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ Kpയും കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ചെയ്തെടുക്കാൻ പറ്റൂലേ? ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതണം. ബാലൻസ്ഡ് ഇക്വേഷൻ N2 + 3H2 gives 2NH3. ഒരേ പാറ്റേൺ തന്നെയാണ് നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി N2 + 3H2 gives 2NH3. ദാറ്റ് ഈസ് ബാലൻസ്ഡ് ഇക്വേഷൻ. അടുത്തെന്താ? ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്? 10 mole N2 അപ്പോൾ 10. 20 mole H2 അപ്പോൾ ഇത് 20. ആ സമയത്ത് അമോണിയ ഉണ്ടാവില്ല. അപ്പോൾ ദാറ്റ് ഈസ് 0. ദാറ്റ് ഈസ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. അടുത്തെന്താ? നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് ആണ്. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് റിയാക്ടറിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട് നോക്കുക. അതായത് 40% ഓഫ് NO ഡിസോസിയേറ്റ്. 40%. 10ൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്ര? 10ൻ്റെ 40% 4 എന്ന് പറഞ്ഞാൽ 10 × 40/100 എന്ന് പറഞ്ഞാൽ 4 കിട്ടുക. 4 സിമ്പിൾ. 10ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ഇവിടെ നോക്കുക. അതായത് ഒരു മോളിന് 4 ആണെങ്കിൽ 3 മോളിന് എത്ര ഉണ്ടാവും? 3 × 4 ഉണ്ടാവും. 3 × 4 പറഞ്ഞാൽ 12 ഉണ്ടാവും. ശരിയല്ലേ? ഇതെങ്ങനെ കിട്ടി മനസ്സിലായോ? അതായത് ഒരു മോളിന് 4 ആണെങ്കിൽ 3 മോളിന് 12 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2 മോളിനോ? 2 × 4 ദാറ്റ് ഈസ് 8 ആയിരിക്കും. അടുത്ത ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് ആണ്. എങ്ങനെ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? ആദ്യം 10 ഉണ്ട്. അതിൽ നിന്ന് 4 പോയാൽ 10 - 4 എന്ന് പറയുമ്പോൾ 6 ആണ്. അങ്ങനെയാണ് ഈ 6 കിട്ടി. മനസ്സിലായോ? 10 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4 റിയാക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 6. ഇവിടെ ആദ്യം 20 ഉണ്ടായിരുന്നു, ആ 20ൽ നിന്ന് 12 പോയാൽ ബാക്കി 20 - 12 8. ഇവിടെ ആദ്യം 0 ഉണ്ട്, അതിലേക്ക് ഒരു 8 കൂടി കിട്ടിയാൽ 0 + 8 8. ശ്രദ്ധിക്കാതെ പറയുന്നത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രം മനസ്സിലായി. അല്ലെങ്കിൽ കുറേ വാല്യൂസുകൾ ഇങ്ങനെ എഴുതി വെച്ചതുപോലെ ഉണ്ടാവും. 6 8 8 ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. അടുത്തെന്താ? കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 6, വോളിയം എത്ര? ദാറ്റ് ഈസ് 6 ലിറ്റർ. 6/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ആണെങ്കിലോ 8/6 എന്ന് പറഞ്ഞാൽ 4/3. ഇവിടെ ആണെങ്കിലോ 8/6 എന്ന് പറഞ്ഞാൽ 4/3. ശരിയാണോ മക്കളെ? ആണോ? ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? കോൺസെൻട്രേഷൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Kcയും കണ്ടുപിടിക്കണം, Kpയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ Kc കണ്ടുപിടിക്കുകയാണ്. Kc കണ്ടുപിടിക്കുമ്പോൾ Kc ഇക്വേഷൻ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് NH3² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2⁻3. ശരിയല്ലേ? അത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് NH3 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 ദാറ്റ് ഈസ് 4/3 ദാറ്റ് ഈസ് 4/3². What is concentration of N2? N2 is 1. And what is concentration of H2? That is 4/3 cube. ശരിയല്ലേ? ആണ്.
അങ്ങനെയാണെങ്കിൽ 4/3 സ്ക്വയറും ഉണ്ട്, 4/3 ക്യൂബും വെട്ടിക്കഴിഞ്ഞാൽ 1/4/3. അത് നേരെ മുകളിലോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് 3/4 എന്നുണ്ടാവും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ സി? വാല്യൂ ഓഫ് കെ സി ഈസ് ദാറ്റ് ഈസ് 3/4 എന്നാണ് കിട്ടുക. സിമ്പിൾ. അടുത്ത് നമുക്ക് കെ പി കണ്ടുപിടിക്കണം. കെ പി എങ്ങനെ കണ്ടുപിടിക്കാം? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എന്നാണ്. കെ സിയുടെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് 3/4 ആണ്. യെസ്, ആറിൻ്റെ വാല്യൂ 0.0821 ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 300 Kelvin ഇൻറ്റു 300 റേസ് ടു വാട്ട് ഈസ് ദ ഡെൽറ്റ എൻ? ദാറ്റ് ഈസ് 2 - 4, ദാറ്റ് ഈസ് -2. നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏകദേശം നമ്മൾ 7ഓളം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ കാൽക്കുലേഷൻസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു നോക്കി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എൻട്രൻസ് എക്സാമുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതായത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനകത്തുനിന്ന് ഒരൊറ്റ ചോദ്യം മാത്രമാണ് എൻട്രൻസിന് വരുന്നതെങ്കിൽ പോലും അത് ചോദിക്കുന്നത് അത് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആവും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ കാൽക്കുലേഷൻ നമ്മളിവിടെ 5 സ്റ്റെപ്പുകൾ പറഞ്ഞു. ആദ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക, ദെൻ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക, ദെൻ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് എഴുതുക, ദെൻ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എഴുതുക, ദെൻ കോൺസെൻട്രേഷൻ എഴുതുക. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസുകൾ നമ്മൾ പറഞ്ഞു. പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ പറയും. ഉദാഹരണത്തിന് കെ സി പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂടി കാണിക്കണം. അതായത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2, ഇത് 4. അപ്പോൾ 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആണെങ്കിൽ ഇത് 3/4 മോൾ പെർ ലിറ്റർ റേസ് ടു -2 ആണ് ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ യൂണിറ്റ് വരുന്നതെന്ന് കൂടി നമ്മളിതിൻ്റെ കൂടെ കാണിച്ചേക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് എനിക്കുള്ളത് ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. ചെറിയൊരൊറ്റ ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മൾ ആ യൂണിറ്റ് ഞാൻ അവിടെ 3/4 മോൾ പെർ ലിറ്റർ റേസ് ടു -2 എന്ന് എഴുതുന്നതും കൂടി നമുക്ക് കാണിച്ചാൽ നമ്മുടെ ഈ ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് ഇത് ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. എല്ലാവരും ഹെഡിങ് എനിക്കുള്ള ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഈസ് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ് ആണല്ലോ. ഇവിടെ ഞാൻ കെ സി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? കെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3 എന്നുണ്ടാവും. ശരിയല്ലേ? കെ സി എന്ന് പറഞ്ഞാൽ NH3 സ്ക്വയർ ഡിവൈഡ് ബൈ N2 ഇൻറ്റു H2 റേസ് ടു 3. ഇതിൻ്റെ ഡെൽറ്റാനിൻ്റെ വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? ഡെൽറ്റാനിൻ്റെ വാല്യൂ ഇവിടെ 2, ഇവിടെ 3 + 1 4, ദാറ്റ് ഈസ് 2 - 4, ദാറ്റ് ഈസ് -2. അവിടെ കിടക്കട്ടെ. നിങ്ങൾക്കറിയാം ഇത് കോൺസെൻട്രേഷൻ NH3 സ്ക്വയർ ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്. അപ്പോൾ മോൾ പെർ ലിറ്റർ സ്ക്വയർ. ഇവിടെ ആണെങ്കിലോ മോൾ പെർ ലിറ്റർ. ഇവിടെ ആണെങ്കിലോ മോൾ പെർ ലിറ്റർ ക്യൂബ്. ഇവിടെ 3, ഇവിടെ 1, 4 മുകളിലോട്ട് പോകുമ്പോൾ -4, 2 - 4 -2. അപ്പോൾ മോൾ പെർ ലിറ്റർ റേസ് ടു -2 എന്നാണ് വരും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ യൂണിറ്റ് അല്ലേ? ഈ -2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റാനല്ലേ? അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് കെ സി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക? യൂണിറ്റ് ഓഫ് കെ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ എന്നാണ് പറയാം. യൂണിറ്റ് ഓഫ് കെ സി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ. ഇതേപോലെ തന്നെ നമുക്ക് യൂണിറ്റ് ഓഫ് കെ പിയും പറയാം. യൂണിറ്റ് ഓഫ് കെ പി അതായത് കോൺസെൻട്രേഷൻ യൂണിറ്റാണ് മോൾ പെർ ലിറ്റർ എങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റാണ് ATM. അപ്പോൾ ATM റേസ് ടു ഡെൽറ്റ എന്ന് പറയാം. അതല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റാണ് ബാർ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ബാർ റേസ് ടു ഡെൽറ്റ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ കെ സിയുടെ പ്രോബ്ലത്തിനകത്ത് ഞാനത് കാണിച്ച്. യൂണിറ്റ് ഓഫ് കെ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് കെ സി എന്താണ്? മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ. അതാണ് ATM റേസ് ടു ഡെൽറ്റ ഓർ ബാർ റേസ് ടു ഡെൽറ്റ. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് കെ പി ആൻഡ് കെ സി. ഇതോടുകൂടി കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന ടോപ്പിക്കോടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.